നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ പൈതൃകമാണ് തക്ഷശില. ഇന്ന് ഈ തക്ഷശില ശരിക്കും നമ്മളെ വിഭജിച്ചപ്പോൾ പാകിസ്ഥാനിലെത്തി. പക്ഷേ ഈ തക്ഷശില പൊളിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നു. എത്രമാത്രം വസ്തുതയുണ്ട് അതിൽ? ഞാൻ പറഞ്ഞ 100% കറക്റ്റാണ്. പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ അങ്ങനെ ഭരണാധികാരി പറഞ്ഞത് ഇന്ത്യൻ സംസ്കാരം അവശേഷിക്കുന്നതെല്ലാം പാകിസ്ഥാനിൽ നിന്ന് പൊളിച്ചു മാറ്റുമെന്നാണ്. അദ്ദേഹം പാകിസ്ഥാൻ പാർലമെന്റിലും പറഞ്ഞു, എല്ലാ പൊതുസഭകളിലും പറഞ്ഞു. പക്ഷെ അങ്ങനെ പൊളിച്ചു മാറ്റുവാൻ അദ്ദേഹത്തിന് അധികാരമില്ല. ഇല്ല. ലോക പൈതൃക പട്ടികയിൽ, യുനെസ്കോ പൈതൃക പട്ടികയിൽ പെടുത്തിയതാണ് പാകിസ്ഥാനിലുള്ള പഞ്ചാബ്. അവിടെ ഒരു പഞ്ചാബ് പ്രവിശ്യയുണ്ട്. അവിടെയുള്ള ഈ നളന്ദ തക്ഷശില എന്ന് പറയുന്ന പഴയ രാജാക്കന്മാരുടെ ഹൃദയഭൂമിയും മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. അത് ലോക ചരിത്ര ഏടുകളിലുള്ളതുമാണ്. ലോക പൈതൃക പട്ടികയിലുള്ള അതിൻ്റെ ഒരു കല്ല് പോലും അനക്കുവാൻ പാകിസ്ഥാന് അധികാരമില്ല. അത് അവിടെ പോയ ടൂറിസ്റ്റുകൾ കണ്ടു. പാകിസ്ഥാൻ ടൂറിസ്റ്റുകൾ കണ്ടപ്പോൾ അവർക്ക് പഴയ ഭാരതം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമല്ലേ, അഖണ്ഡ ഭാരതമാണ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ബർമ്മ, അഫ്ഗാനിസ്ഥാൻ. വിഭജനം വന്ന് വിട്ടുപോയെന്നേ ഉള്ളൂ. ഇന്നും ഇന്ത്യയോട് സ്നേഹമുള്ള നളന്ദയോടും തക്ഷശിലയോടും മൗര്യ സാമ്രാജ്യത്തോട് ഇഷ്ടമുള്ള ടൂറിസ്റ്റ് കണ്ടപ്പോൾ രസിക്കുക. അവരുടെ ഹൃദയം പൊട്ടിയത് മൊബൈലിലെടുത്ത് ഫ്ലാഷ് ചെയ്തു. ഇന്ത്യ അറിഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയും യുനെസ്കോ പൈതൃക പട്ടിക ഉദ്യോഗസ്ഥന്മാരെ ഇത് ധരിപ്പിച്ചു. ഭാരതത്തിൻ്റെ നമ്മുടെ ഋഷിഭംഗ രാജാവിൻ്റെ മകനായ ബാഹുബലിയുടെ ഭരണം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ ഹിന്ദു സംസ്കാരവും ബുദ്ധ സംസ്കാരവും ഭാരതത്തിൽ ഉടലെടുത്തത് ഈ മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ നളന്ദയിലാണ്. അവിടെ പൂജിക്കുന്ന ശിലകളുടെ വിഗ്രഹങ്ങളുള്ള പുരാതനം BC 1000 BC നൂറ്റാണ്ടുകൾ, ക്രിസ്തുവിനും മുമ്പേ 200 വർഷങ്ങൾക്ക് മുമ്പേ സ്ഥാപിതമായ ഈ നളന്ദ എന്ന് പറയുന്ന സ്ഥലം ഈ വിഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടാണ്, ശിലകൾ ഉള്ളതുകൊണ്ടാണ് അതിനെ അന്ന് ഈ ബാഹുബലി രാജാവ് തക്ഷശില എന്ന് പറയുന്ന നാമകരണം കൊടുത്ത് യൂണിവേഴ്സിറ്റി ആക്കിയത്. അപ്പോൾ ബുദ്ധൻ്റെയും ഹിന്ദു അവിടെ വ്യക്തമായിട്ട് ശിവപുരാണത്തിൽ നമ്മുടെ ശങ്കരാചാര്യരുടെ വേദോപനിഷത്തിൽ 144 പേജിൽ ശിവന്റെ ആ കൈലാസത്തിനോടൊപ്പം ശിവ ഭഗവാൻ സതിയുടെ ആ ദക്ഷൻ സതിയെ കൊന്നതിന് ശേഷം അവിടെ പോയി തപസ് ചെയ്തത് ഉണ്ട്. അത് ശിവപുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ശങ്കരാചാര്യരുടെ വേദോപനിഷത്തിൽ 142 പേജിൽ പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ ശിവൻ സ്നേഹിച്ചിരുന്ന സതീദേവിയുടെ ആത്മാഹൂതി കഴിഞ്ഞതിന് ശേഷം ആത്മസമാധാനത്തിന് വേണ്ടി പോയി കൈലാസം കഴിഞ്ഞിട്ട് അടുത്തൊരു പ്രവിശ്യയാണ് നളന്ദ തക്ഷശില. അത് ഇന്ത്യയുടെ പൈതൃക പട്ടികയിൽ വന്നത് ശിവതാണ്ഡവത്തിൻ്റെ 2500 വർഷങ്ങൾക്കപ്പുറമുള്ള ശിവതാണ്ഡവ പ്രതിഷ്ഠ അവിടെയുണ്ട്. അതുകൊണ്ടാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ബാഹുബലി അത് ശിലകളുടെ നഗരമായ തക്ഷശില എന്ന് പറഞ്ഞ് ഭാരതത്തിൻ്റെ യൂണിവേഴ്സിറ്റിയായിട്ട് പ്രഖ്യാപിച്ചത്. പക്ഷേ ഇത് ഈ ടൂറിസ്റ്റുകൾ കണ്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് പൊളിച്ചു പോകും. അല്ല, പൊളിച്ചു. ആ റോഡ് കംപ്ലീറ്റ്. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവിതാംകൂർ രാജകുടുംബം ഏകദേശം 400-600 വർഷങ്ങളപ്പുറം ഉമയമ്മ റാണിയൊക്കെ ഇരുന്നപ്പോൾ ആ കോട്ട കാണും. ആ കോട്ടകൾ അടുക്കി വെച്ചിരുന്ന കല്ല് അതൊരു പൈതൃകമല്ലേ? ആ 4 കോട്ടകൾ, പടിഞ്ഞാറേ കോട്ട, കിഴക്കേ കോട്ട, വെട്ടിമുറിച്ച കോട്ട, ഇപ്പുറത്തെ കോട്ട, ഇതെല്ലാം തിരുവനന്തപുരത്തിൻ്റെ ഒരു സംസ്കാരമാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആരാധ്യനായ മേയർ രാജേഷ് നമ്മുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞത്. അതിൻ്റെ ഭാവി പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാളും അപ്പുറം BC ക്രിസ്തുവിനും മുമ്പേ നടന്നൊരു നഗരത്തെ ഇല്ലാതാക്കുക. ഭാരതത്തിൻ്റെ ഏത് പൈതൃകമോ സംസ്കൃതിയോ സനാതനമോ നശിപ്പിക്കുക എന്ന ആ ഒരു അർബൻ ഇസ്ലാമിസ്റ്റിൻ്റെ ഭരണ വ്യവസ്ഥിതിയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് യുനെസ്കോ അവർ ഇന്നലെ തന്നെ അതിനെ അറിയിച്ചു. ഇനി അവിടെ ന്യൂ കൺസ്ട്രക്ഷൻ അരുതെന്ന് പറഞ്ഞ് ലോക പൈതൃക പട്ടികയുടെ ഉദ്യോഗസ്ഥന്മാർ പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നു. അത് പ്രധാനമന്ത്രി പറഞ്ഞാൽ കേൾക്കാത്ത ഏത് രാഷ്ട്രമുണ്ട്? ഐക്യരാഷ്ട്ര ലോകത്തിൻ്റെ ഏകദേശം ഇന്നലത്തെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ 100 കോടിയിലപ്പുറം കഴിഞ്ഞിരിക്കുന്നു ഫോളോവേഴ്സ് ഉള്ള പ്രധാനമന്ത്രി. ട്രംപിന് 83 കോടിയേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ലോക നേതാവായി വരുന്ന നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിനെയും
പൈതൃക പട്ടിക ഈ യുനെസ്കോയുടെ പ്രതിനിധികളെയും ബന്ധപ്പെട്ടപ്പോൾ അവർ മാണിയും കൊടുത്തു. അതൊരു ചരിത്ര സംഭവമാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ, ഒരു മതത്തിൻ്റെ ഒരു ഉത്ഭവത്തെ നശിപ്പിക്കുവാൻ പാകിസ്ഥാൻ അധികാരമില്ല. ഇത് നെഹ്റുവിനും ശ്രീമതി ഗാന്ധിക്കും ചെയ്യാമായിരുന്നു. വിഭജനം നടന്ന കാലഘട്ടത്ത് പഞ്ചാബ് അവർക്ക് കൊടുക്കണ്ട, കൊടുക്കാതിരുന്നാൽ മതി. അല്ലെങ്കിൽ ഒരു ട്രൈഡൻ്റ് എഗ്രിമെൻറ്റ് താരിഫ് വച്ചാൽ മതി. ഇത് ഭാരതത്തിൻ്റെ ഋഷി പരമ്പരകളുടെയും ബാഹുബലിയുടെയും അതുപോലെ ഋഷിവംശ രാജാവിൻ്റെയും സ്ഥലങ്ങളാണ്. അത് ഇന്ത്യൻ ജനതയ്ക്ക് പോകാനും തൊഴാനും ഒരവസരമുള്ള സ്ഥലമായിട്ട് ഇന്ത്യക്കും കൂടി പ്രവേശനാധികാരം കൊടുത്താൽ മതിയായിരുന്നു. ശ്രീമതി ഗാന്ധി അത് ചെയ്തില്ല. സിംല കരാർ വന്നപ്പോൾ ശ്രീമതി ഗാന്ധിയും അച്ഛനായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ മെഹറുമായിട്ട് ഉടമ്പടിയാക്കിയപ്പോൾ നമ്മളെ സംസ്കാരങ്ങളെല്ലാം അവർക്ക് കൊടുത്തു. കോൺഗ്രസിൻ്റെ 75 വർഷത്തെ ഭരണം, 66 വർഷത്തെ ഭരണം നമ്മുടെ സംസ്കാരങ്ങളെ നശിപ്പിച്ച് വേറൊരു സംസ്കാരം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു. നമുക്കറിഞ്ഞൂടെ അജന്ത എല്ലോറ ഗുഹകൾ? അവിടെ ഇന്ന് നോക്കൂ, ജഹാംഗീറിൻ്റെയും ഹുമയൂണിൻ്റെയും ഭരണകാലഘട്ടം രാമനെയും ലക്ഷ്മണനെയും ഹനുമാനെയും എല്ലാം തല വെട്ടിയൊക്കെ ഇപ്പോഴും നമ്മളൊന്ന് ടൂറിസ്റ്റ് പോയി നോക്കൂ, ഒരു ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങളിൽ തലയില്ല. ഗുഹയ്ക്കകത്ത് കയറി പോകുമ്പോൾ ഞാൻ കണ്ടതാണ്. ശ്രീരാമചന്ദ്ര മഹാദേവ്, നമ്മൾ ശ്രീരാമൻ ജനിച്ച ദേശം, ശ്രീകൃഷ്ണനോട് കളിച്ച ദേശം, ശ്രീശങ്കരാചാര്യ ദിഗ്വിജയം നടത്തിയ ദേശം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മളെ സർവകലാശാല നമുക്ക് പഠിപ്പിച്ചത്. ആ സ്ഥലത്ത് ചെല്ലുമ്പം ശ്രീരാമൻ്റെ തലയെ വെട്ടിമാറ്റി, ലക്ഷ്മണൻ്റെ തലയെ വെട്ടിമാറ്റി, സീതയുടെ തല വെട്ടിമാറ്റി, ജഹാംഗീറിൻ്റെയും അക്ബറിൻ്റെയും തലകൾ അജന്ത എല്ലോറ ഗുഹകളിൽ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ 40 വർഷം മുഗളന്മാർ ഭാരതത്തെ അടക്കി ഭരിച്ചു, 200 വർഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിച്ചു. ഇന്ന് അതെല്ലാം മാറി ഭാരതം സ്വാതന്ത്ര്യത്തിലേക്കും സ്വയം പര്യാപ്തതയിലേക്കും ഒരു ലോകരാജ്യത്തെ ആശ്രയിക്കാതിരിക്കുന്നു. തിരിച്ചു പിടിച്ചു. അല്ല, ഇന്ന് പല രാജ്യങ്ങളും ഇവിടുന്ന് കട്ടുകൊണ്ടുപോയത് തിരിച്ചു കൊടുക്കുന്നു. ഋഷി സുനക്, ബ്രിട്ടൻ പ്രധാനമന്ത്രി, നമ്മുടെ രേഖകളും ബാക്കി പൈതൃക താളിയോലകളും വിഗ്രഹങ്ങളും കല്ലുകളും തിരിച്ചു കൊടുത്തു. ഇപ്പോൾ വാളും കിരീടവും പരിചയമെല്ലാം ട്രംപ് മോഡിക്ക് തിരിച്ചു കൊടുത്തു, ഫ്രാൻസ് തിരിച്ചു കൊടുത്തു, ഇറ്റലി തിരിച്ചു കൊടുത്തു. ഇത് ഇവർക്ക് ചെയ്യാമായിരുന്നല്ലോ. അപ്പം ശക്തമായ ഒരു ഭരണാധികാരി ഇന്ത്യക്കുള്ള, അതുകൊണ്ട് ലോക പൈതൃക പട്ടികയിലുള്ള തുടരുത് എന്ന് പറഞ്ഞ് നമ്മുടെ യുനെസ്കോ പാകിസ്ഥാനെ അറിയിച്ചിരിക്കുന്നു. നമ്മുടെ ഒരു സംസ്കാരത്തെ അല്ലേ തച്ചുടയ്ക്കുന്നത്? ആ സംസ്കാരത്തെയും ഒരു പൈതൃകത്തെയും തച്ചുടയ്ക്കാൻ പാകിസ്ഥാൻ എന്താ അധികാരം? ഇപ്പൊ പല പാകിസ്ഥാനിലും കറാച്ചിയിലും പൈതൃക പട്ടികയുണ്ട്. അവരുടെ സാർ ഒരു സംശയം എനിക്ക് സാറിന്, നമ്മുടെ ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് ഈ പാകിസ്ഥാനിൽ ഇത് പോയി കാണാനുള്ള അങ്ങനെ നിർത്തിക്കുകയാണ് ഇപ്പോഴും? ഇപ്പൊ പറ്റില്ല. ഇല്ല, അത് നയതന്ത്രജ്ഞ ബന്ധങ്ങൾ, അതുമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കിരീടത്തിലെ പൊന്തൂവൽ. വിവിധ ലോകരാഷ്ട്ര നേതാക്കളെ അത് പറയിപ്പിച്ചു. അത് നടക്കുന്നില്ല. ഇസ്ലാം നേതാക്കൾ, ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ രാജാവ്, മറ്റേ തുർക്കി തുടങ്ങിയ രാജാക്കളെ സ്വാധീനിക്കുന്നു. ഇനി പാകിസ്ഥാനെ സഹായിക്കുന്ന രാജ്യങ്ങൾ പറഞ്ഞ് ഇത്തരത്തിലുള്ള പൈതൃക സ്ഥലങ്ങളിൽ ഇന്ത്യൻ ടൂറിസ്റ്റിന് അവസരം കൊടുക്കണമെന്ന് ആ രാജാക്കന്മാർ പറഞ്ഞാൽ പാകിസ്ഥാൻ കേൾക്കും. ആ ഒരു നയതന്ത്രജ്ഞ ബന്ധമാണ് ആരാധനായ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡൽഹി ഇമാമും നമ്മളെ പാർലമെൻറ്റിലെ മുസ്ലിം നേതാവായിട്ടുള്ള ഹൊവൈസിയും പറയുന്നത് ലോകത്തിൽ ഏറ്റവും സമാധാനമായിട്ട് മുസ്ലിങ്ങൾ താമസിക്കുന്നത് ഭാരതത്തിലാണ്. അതുകൊണ്ടാണ് ശശി തരൂർ എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ ഇന്നലെ? ഇത്രയും ദീർഘവീക്ഷണമുള്ള ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഒരു കോൺഗ്രസിന്റെ എം പി. ഇനി അടുത്ത കോൺഗ്രസിൽ പിന്നെ ശശി തരൂർ വിശ്വ പൗരനാണ്, ഐക്യരാഷ്ട്രസഭയിരുന്ന ഉദ്യോഗസ്ഥനാണ്, പല രാജ്യങ്ങളും ഭരണാധികാരിയും കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അദ്ദേഹം ഇല്ല, നോട്ട് നിരോധനം ഞാൻ എതിർത്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞൊരു പാർലമെന്റ് എം പിയാണ് ശശി തരൂർ. ആ ജനതാ കർഫ്യൂ ഭരണകാലത്ത് ഒരു രാഷ്ട്രം കൈവരിക്കാത്ത നേട്ടം കൈവരിച്ചത് ഭാരതമാണ്, അതിന് നേതൃത്വം കൊടുത്ത മോഡിജിയാണെന്ന് പറഞ്ഞ കോൺഗ്രസ് എം പിയാണ് ശശി തരൂർ. അപ്പോൾ സത്യമായി ഇന്ത്യയുടെ എക്കണോമി, ജപ്പാൻ ഇന്ന് വന്ന പ്രധാനമന്ത്രി തക്കോച്ചിയ എന്ന് പറയുന്ന പ്രധാനമന്ത്രി ആ രാജ്യം 5ാമതായിക്കൊണ്ട് 4ാം സ്ഥാനമായിരുന്ന രാജ്യം ഭാരതമായി. പക്ഷേ ആ രാജ്യത്ത് ഭാരതത്തിൻ്റെ ഒരു സ്നേഹമുണ്ട്. എൻ്റെ സൗഹൃദ രാജ്യം 4ാം സ്ഥാനത്തായതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. 5ാം സ്ഥാനത്ത് ജപ്പാനായപ്പോൾ
അവർക്ക് അങ്ങനെ ഒരു അസൂയ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ വരണോ? അതെ ആലോചിച്ച് നോക്കണം. അതെ അതെ അങ്ങനെ അപ്പൊ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് പോലും ആ മനസ്ഥിതി ഇല്ല. അതുകൊണ്ടാണ് ഭാരതം വളരരുതെന്ന് ആഗ്രഹിക്കുന്നവർ. അതുകൊണ്ടാണ് ഭാരതം നീണ്ട 10-15 വർഷവും കൂടി നരേന്ദ്രമോദിയുടെയും BJPയുടെയും കയ്യിലിരുന്നാൽ വൈഭവശാലിയായ ഭാരതത്തെ കെട്ടിപ്പടുക്കുവാൻ സാധിക്കും. അപ്പൊ ഇനിയും ഈ യുനെസ്കോ പറഞ്ഞതുകൊണ്ട് ഇനി തക്ഷശില പൊളിക്കാൻ പറ്റില്ല. പൊളിക്കാൻ പറ്റില്ലെന്നാണ് ഇന്നത്തെ പല പത്രങ്ങളിലും കണ്ടിട്ടുള്ളതും രാവിലെയുള്ള നാഷണൽ ചാനലിലും പറഞ്ഞിട്ടുള്ളത്. അണ്ടിൽ സസ്പെൻഡ് ഇൻ മരാമത്ത് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.